നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നാണ് കല്യാണവും നിശ്ചയവും ഒക്കെ. അപ്പോൾ ഇന്നൊരു കല്യാണ നിശ്ചയത്തിൻ്റെ വീഡിയോ ആണ്. ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മോൻ്റെയാണ്. വിശേഷങ്ങൾ കുറേ ഉണ്ട്, വഴിയേ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സമയം ഇപ്പം ഏകദേശം ഒരു 4:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മണിയൊക്കെ കഴിയുമ്പം പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ്. ഞാനും ഹസ്ബൻഡും കൂടിയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഹസ്ബൻഡ് വേറൊരു ചിറ്റയും മോനും പിന്നെ പെങ്ങളുടെ മോനും ഉണ്ട്. അവനെയും കൂടെ പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് മാമൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുവാണ്. രാവിലെയാണ്. എല്ലാവരും ഉറക്കച്ചിടവൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വണ്ടിയിലിരുന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ യാത്രയൊക്കെ തുടങ്ങി. ആദ്യം കുറേ സമയം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇരുട്ടല്ലേ, ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇച്ചിരി കഴിഞ്ഞപ്പം ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം അത്ത എടുത്ത് തന്നു. ഇന്നലെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐശ്വര്യമായിട്ട് ഭഗവാന്റെ ഉണ്ണിയപ്പം തന്നെ ആദ്യം കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പാട്ടിടാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങ് സിനിമ ഇട്ട് കേട്ടോ. പൊന്മാൻ സിനിമയാണ് ഇട്ടത്. ഈ ഒരു സിനിമയായിട്ട് നമുക്ക് ഒത്തിരി ബന്ധമുണ്ട്, കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ അക്കരെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷനിൽ വെച്ചായിരുന്നു കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ബ്രെഡ്, പഴം, സ്നാക്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കുറേ സമയം സിനിമ കണ്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി അങ്ങ് ഉറങ്ങിപ്പോയേ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഉണർന്നത്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ചൊന്ന് താഴോട്ട് നടക്കണം. ഇച്ചിരി ഉള്ളിലോട്ടാണ് വീട്. അടുത്ത് തന്നെ കുറേ നല്ല നല്ല വീടും ഒക്കെ ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് കയറാനായിട്ട് പോവാണ്. ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു, സന്തോഷമായി. പിന്നെ നല്ല രീതിയിലാണ് അലങ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ ചെക്കൻ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതേപോലെയൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും പേരും ഡേറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ കൊണ്ട് അലങ്കരിച്ച്. ഇത് ഞങ്ങൾക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ചടങ്ങാണ്. ഈ തട്ടമാണ് നമ്മൾ പെൺകുട്ടിയുടെ കൈ കൊടുക്കുന്നത്. അതിൽ നിറച്ച് പലതരത്തിലുള്ള ഫ്രൂട്ട്സും പൂവും കുങ്കുമച്ചെപ്പും മഞ്ഞളും വെറ്റയും പാക്കും സ്വീറ്റ്സും ഒക്കെ വയ്ക്കാം. നമുക്ക് പിന്നെ ഹാരം, പട്ടുസാരി, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും വയ്ക്കാം. അങ്ങനെ നമ്മൾ വന്നു. ഐശ്വര്യമായിട്ട് പെൺകുട്ടിയുടെ ലക്ഷ്മിയുടെ അപ്പനും അമ്മയും കൂടി വിളക്കൊക്കെ കത്തിച്ചു, പറയൊക്കെ ഇട്ട് നല്ലോണം ഐശ്വര്യമായിട്ട് എല്ലാം തുടങ്ങാൻ പോവുകയാണ് ചടങ്ങുകൾ. അങ്ങനെ മോള് അപ്പനും അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. വിളക്കൊക്കെ തൊഴുത് സഭയും വന്ദിച്ചതിന് ശേഷം ഇനി ഇരിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത ചടങ്ങ് നടത്തുന്നത് ഇതെൻ്റെ നാത്തൂനാണ് ചെയ്യുന്നത്. കാരണം പയ്യൻ്റെ പെങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ തൊട്ട് ബാക്കിൽ നിൽക്കുവാണ്. അവൾ കുഞ്ഞാണ് കേട്ടോ. അവളിപ്പോൾ +2 എക്സാം എഴുതിയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് അതിന് പകരം എൻ്റെ നാത്തൂനാണ് ഇതൊക്കെ ചെയ്യുന്നത്, പൊട്ടൊക്കെ വെച്ച് എടുത്തിട്ട്. അപ്പോൾ ഈ നാത്തൂനെ വേറെ വീഡിയോയിലൊക്കെ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നാത്തൂൻ ആലുവയിലാണ് താമസിക്കുന്നത്. അവിടെ പഞ്ചായത്തിലെ ഓവർസിയറാണ്. പിന്നെ ഇതേപോലെ പൂവൊക്കെ വെച്ച് കൊടുത്തു. ഇനി ഓരോരുത്തരായിട്ട് നമ്മൾ വന്നിട്ടുള്ള എല്ലാവരും ഇതേപോലെ പൊട്ടൊക്കെ വെച്ച് കൊടുക്കാം, പൂവൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് അളിയനാണ് കേട്ടോ പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് സ്വീകരിച്ച് ഇവിടെ ഇരുത്തുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി റിംഗ് എക്സ്ചേഞ്ച് ആണ്. ആ കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരമൊക്കെ മാറണം. അങ്ങനെ നന്ദു എന്നാണ് കേട്ടോ മോൻ്റെ പേര്. അവനങ്ങ് ഭയങ്കര ടെൻഷനാണ്. അവൻ ചിരിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഇന്ന് ടെൻഷനൊക്കെ വിടുന്നൊക്കെ ഇവിടെ വന്നുകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ മോതിരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അങ്ങനെ പിന്നെ ഇനി ഫോട്ടോ സെഷനാണ്. എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നേ, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി 2 പേർക്കും കൂടി, ചെക്കനും പെണ്ണിനും വേണ്ടി നമ്മൾ വന്നവരെല്ലാവരും പൊട്ട് വെച്ച് കൊടുക്കുകയും പിന്നെ അവരുടെ കാലൊക്കെ ഇവർ തൊട്ട് വന്ദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചടങ്ങാണ് കേട്ടോ. നല്ലൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് മുതിർന്നവരുടെയൊക്കെ ഒരു ആശീർവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെ. അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ സെക്കൻഡ് ചാനലാണ്. ലാസ്റ്റ് നമ്മൾ ഇതേപോലെ അക്ഷതയൊക്കെ ഇട്ടു, എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുത്തു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോകണം. ഇനി വേറൊരാളെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെൺകുട്ടിയുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പം അവരിപ്പം ഇവിടെ ഇല്ല, കാനഡയിലാണ്. കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ആലപ്പുഴ ജില്ല വരെയുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്.
പിന്നെ ഈ എറണാകുളം സൈഡ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ അങ്ങോട്ടത്തെ പോലെ അല്ല, പരിപ്പൊക്കെ ഇച്ചിരിയും പരിപ്പാണ് അവിടെ വെക്കുന്നത്. അതുപോലെ ഞങ്ങൾ കൊല്ലം ജില്ലക്കാർക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് സ്പെഷ്യൽ. തിരുവനന്തപുരം ജില്ലയിലോട്ട് പോകുമ്പം നമുക്ക് വടക്കറിയാണ്. പക്ഷേ ഇവിടെ ചേനയും ബീറ്റ്റൂട്ടും ഏത്തക്കയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ളൊരു കൂട്ടുകറിയാണ് കേട്ടോ. അതും നല്ലതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പരിപ്പ് പ്രഥമനും പാലടയാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ നാത്തൂന് എൻ്റെ അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സദ്യ എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചൂട് കാരണം പുറത്ത് നിൽക്കാൻ വയ്യ, ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറി ഇവിടെ വന്നിരുന്നു. വേറൊരാളെ ഇവിടെ വിട്ടുപോയി കേട്ടോ. ഇവിടെ തന്നെ എപ്പോഴും ഓടി നടക്കുന്ന എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ വീട്ടിലൊരു ടിങ്കു എന്നും പറഞ്ഞൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലത്തെ ഒരു കുട്ടി പട്ടി ഇവിടെ ഉണ്ട്. പക്ഷെ അത് വീഡിയോയ്ക്ക് നിന്ന് തന്നില്ല, അതങ്ങ് ഓടിപ്പോയേ. ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ തകർക്കുകയാണ് കേട്ടോ. ആ ബാക്കിൽ നിൽക്കുന്നതുണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ വേറൊരു ചിറ്റയുടെ മോന, അവനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാ പിള്ളേരുടെയും കൂടെയും നല്ലവണ്ണം ചേർന്ന് പോവും, പാട്ടിനും കൂത്തിനും എല്ലാത്തിനും റെഡിയാണ്. പിന്നെ ഇതേപോലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി കാലും കൈയൊക്കെ ഒന്ന് ഊരട്ടെന്നും പറഞ്ഞ്, അപ്പോൾ ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടപ്പം പിള്ളേരപ്പം തന്നെ ചാടി ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ രാത്രിയായി എങ്കിലും ഇപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവരൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇനിയും ഒക്കേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ കുണ്ട്രയിലിറങ്ങി. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഹസ്ബൻഡ് ചിറ്റയും വീട്ടിലോട്ടാക്കി. ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. സമയം ഇപ്പം ഏകദേശം ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.